ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പെരുന്നാൾ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാൾ വിഭവമായിട്ട് രാവിലെ പത്തിയും കൂടെ താറാവ് കറിയുമായിരുന്നു. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയും കൂടെ ഈന്തപ്പഴം പുളിങ്കറി, പൈനാപ്പിൾ സാലഡ്, ചമ്മന്തി അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ തലേന്ന് തന്നെ തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ ബിരിയാണിക്കുള്ള സബോള ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. അതിനുവേണ്ടി സബോള എടുത്തിട്ടുണ്ട്. താറാവ് കറിക്കും ബിരിയാണി മസാലയ്ക്കും പിന്നെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുമുള്ള സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ സബോളയുടെയും തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ സബോള എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായി കട്ട് ചെയ്യാം. പിന്നെ സബോള എളുപ്പത്തിന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാസ്റ്റർ ഷെഫ് ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലാണെങ്കിൽ എളുപ്പം അരിഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാൻ ജാറിലേക്ക് സബോള ചേർത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ സബോളയെല്ലാം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സബോള ഫ്രൈ ചെയ്തെടുക്കുന്നത്. സബോള ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വറുത്ത് കോരാം. അങ്ങനെ സബോളയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല തേച്ച് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 നാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി തേച്ച് പുരട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത് പുരട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മസാല തേച്ച് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അടുത്തതായി ഞാനിവിടെ താറാവ് കറിക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. താറാവ് കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കണേ. താറാവ് റോസ്റ്റ് ആയിട്ടും പിന്നെ താറാവ് പെപ്പർ മസാല കറിയുമായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ താറാവ് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. അങ്ങനെ താറാവ് കറി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് സബോള ചേർത്തിളക്കി കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ താറാവ് കറി റെഡി. അടുത്തതായി ഞാനിവിടെ ഈന്തപ്പഴം പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുമുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്ത് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത് 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിളക്കി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നാൽ ലോ ഫ്ലെയിം ആക്കി കൊടുത്ത് 2 ടീസ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പെരുങ്കായപ്പൊടി എന്നിവ ചേർത്തിളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 20 ഈന്തപ്പഴം കഴുകിയെടുത്ത് കുരു കളഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുതിർത്തെടുത്ത 1 നെല്ലിക്ക വലിപ്പമുള്ള വാളൻപൊളി പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈന്തപ്പഴം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈന്തപ്പഴം പുളിങ്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. സബോള ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ മലബാർ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇന്നത്തെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചേർത്ത് ചൂടാക്കിയെടുത്ത് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചു വരുമ്പോൾ കുതിർത്തെടുത്ത ബസ്മതി റൈസും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതേ ചട്ടിയിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് റോ ഫ്ലേമർ മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സബോളയും ചേർത്തിളക്കി കൊടുക്കാം. സബോള ചേർന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് ഗ്രേവിയായി വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനുവേണ്ടി ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മീതെയായി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിനു മീതെ റൈസ് ചേർത്ത് നിരത്തി കൊടുക്കാം. അതിനു മീതെ മല്ലിയില പുതിനയിലയും പിന്നെ ക്യാരറ്റും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സബോള, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അങ്ങനെ റൈസും മസാലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ദം ചെയ്യാം. ദം ചെയ്യുന്ന പരിപാടികളെല്ലാം രാത്രി 12 മണിയോട് കൂടി തന്നെ കഴിഞ്ഞു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ താറാവ് കറിയും പത്തിരിയുമായിരുന്നു. പിന്നെ ബിരിയാണിക്കൊപ്പം ഒരു പൈനാപ്പിൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക്, അര ഭാഗം ചുവപ്പ് ക്യാപ്സിക്കവും പച്ച ക്യാപ്സിക്കവും പിന്നെ ഒരു ചെറിയ സബോള പൊടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി പോട്ട് തുറന്ന് നോക്കാം. അങ്ങനെ റൈസും മസാലയും എല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചേർത്തിളക്കി കൊടുത്ത് സെർവ് ചെയ്യാം. പിന്നെ പെരുന്നാളിൻ്റെ ഭക്ഷണം രാവിലെ 10 കൂടി തന്നെ കഴിക്കൽ കഴിഞ്ഞ്. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ.
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.